അപ്പോൾ ഈ നാടിൻ്റെ മഹത്തായ പൈതൃകത്തോട്, പാരമ്പര്യത്തോട്, ചരിത്രത്തോട് ബഹുമാനമുള്ള, വിധേയത്വമുള്ള, കടപ്പാടുള്ള ഒരു നല്ല ഭരണകൂടം വരണം, അല്ലെങ്കിൽ ഭരണാധികാരി അല്ല പ്രതിനിധികൾ വരണം. പിന്നെ 10 വർഷമായിട്ട് ഇവിടെ ഒരു മന്ത്രി പ്രതിനിധീകരിക്കുകയാണ്. ആ മന്ത്രിയുടെ വകുപ്പിൻ്റെ കാര്യമൊന്നും പറയണ്ട, അത് പിന്നെ എല്ലാവരും കേൾക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരു മന്ത്രിക്ക് ഇനിയും ഇവിടുത്തെ ജനങ്ങളോട് വോട്ട് ചോദിക്കേണ്ട അർഹത പോലും ഇല്ല. കേരളത്തിന് പുറത്തേക്കുള്ള ശക്തമായ ലോബിയാണ്, അവരുടെ സ്വാധീനത്തിൽപ്പെട്ട് കിടക്കുകയാണ് ഇവിടുത്തെ നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗം. ഇത് തന്നെയല്ലേ മെഡിക്കൽ കോളേജിലേക്കും സർക്കാർ ആശുപത്രികളിലേക്കും ജനങ്ങളും പോകുന്നില്ലല്ലോ. ഇവിടുത്തെ ആരോഗ്യ മേഖല ഒന്നാകെ തന്നെ യാതൊരു വിധത്തിലുള്ള ആസൂത്രണമില്ലാതെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. മീഡിയ മംഗളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരളം ആദരവോട് കാണുന്ന ബഹുമാനായ ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മളുടെ മീഡിയ മംഗളത്തിൻ്റെ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നത്. സവിശേഷത ഏറെയുള്ള ഒരു സാത്വികമായ ജീവിതം നയിക്കുന്ന മുൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റും മുൻ ഗവർണറുമായ ബഹുമാനപ്പെട്ട കുമ്മനം രാജശേഖരനാണ് ഇന്ന് ഈ അഭിമുഖത്തിൽ. സ്നേഹമുള്ളവർ, അടുപ്പമുള്ളവർ രാജേട്ടൻ എന്ന് വിളിക്കും. കേരളത്തിൽ എവിടെയും പ്രത്യേക വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത കുമ്മനം രാജശേഖരനുമായിട്ട് മീഡിയ മംഗളത്തിൻ്റെ അഭിമുഖം ഇവിടെ തുടക്കം കുറിക്കുന്നു. രാജേട്ടൻ നമസ്കാരം. നമസ്കാരം. മീഡിയ മംഗളത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് അതിൻ്റെ മൂർധന്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുക. രാജേട്ടൻ്റെ പ്രവൃത്തി തട്ടകങ്ങളിലൊന്നായ ആറന്മുളയിൽ തന്നെ മത്സരിക്കുന്നു. കേരളത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരങ്ങൾ നടക്കുന്ന ഒരു നിയോജകമണ്ഡലമാണ് ആറന്മുള. ഇതുവരെയുള്ള അങ്ങയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം പങ്കുവയ്ക്കാവോ? ഞാൻ ഇവിടെ 12 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റിയാണുള്ളത്. ഞാൻ 7 പഞ്ചായത്തുകളിൽ യാത്ര ചെയ്തു. ഇനി 5 പഞ്ചായത്തുകളുടെ ഉണ്ട്, ഒരു മുനിസിപ്പാലിറ്റിയും തീർക്കാനുണ്ട്. ഇന്ന് ആ മുനിസിപ്പാലിറ്റിയും കൂടെ എത്തി. എനിക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ 70 വർഷമായി ഇവിടെ കോൺഗ്രസ്, CPM അല്ല കോൺഗ്രസ്, ഇങ്ങനെ പാർട്ടികൾ പലരും മാറി മാറി ഈ നാട്ടിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അവരിതെല്ലാം കണ്ടവരാണ്. വളരെ പ്രായം ചെന്നവരൊക്കെ നിരാശയോടുകൂടിയാണ്. നമ്മൾ ആറന്മുള എന്ന് പറഞ്ഞ് നിരവധി ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇവിടെ എത്താറുണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ഇതേവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഈ വരുന്നവരും നിരാശരായിട്ട് മുടങ്ങുന്നു. ഞങ്ങളെപ്പോലെ ഇവിടെ അധിവസിക്കുന്ന ഇത്രയും നാളുകളോളമായി ജീവിക്കുന്ന ഞങ്ങൾക്കും ഇവിടെ ഒന്നും കാണാൻ കഴിയുന്നില്ല. ഇവിടെ ഒരു തരത്തിലുള്ള വികസനവും നടക്കാത്തതിലുള്ള ഉത്കണ്ഠയും അമർഷവും ദുഃഖവും ഈ യാത്രയ്ക്ക് എല്ലായിടത്തും കാണാൻ കഴിയും. കാരണം പലയിടത്തും ചെറുപ്പക്കാരില്ല, അവരൊക്കെ നാട് വിട്ടുപോയി. കാരണം ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കും. ഇത്രയും മനോഹരമായൊരു സ്ഥലം, മണിമലയാറും പമ്പയാറും അതുപോലെ അച്ചൻകോവിലാറും ഒക്കെ തഴുകി ഒഴുകുന്ന ഒരു നല്ല ഭൂപ്രദേശം, നല്ല പച്ചപ്പ്, നല്ല വെള്ളം, നല്ല വായു, ഒരു ഗ്രാമത്തിൻ്റേതായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു സ്ഥലം, നല്ല പൈതൃക സമ്പത്ത്, മറ്റൊരു പ്രദേശങ്ങളിലും ഇല്ലാത്ത വിധത്തിലുള്ളൊരു പാരമ്പര്യം, ഒരു സംസ്കാരം. നദികളുടെ തീരം എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഒരു സംസ്കാരത്തിൻ്റെ ഈറ്റില്ലങ്ങളെന്നാണ് പറയാറ്. ശരിയാണ്. ഇവിടെ എന്തെല്ലാം എത്ര മഹാത്മാക്കൾക്ക് ജന്മം കൊടുത്ത സ്ഥലം, എത്ര വലിയ സാംസ്കാരിക പൈതൃകമുള്ള സ്ഥലം. നിരാശരാണ് ഇവിടുത്തെ ജനങ്ങൾ. അവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. കേരളത്തിൻ്റെ അഭിമാനമായ ഒരു പൈതൃക സമ്പത്താണ് ആറന്മുള എന്ന് പറയുന്നു. ആറന്മുള ക്ഷേത്രം, ആറന്മുള വള്ളസദ്യ, ഇതെല്ലാം അറിയാത്ത ലോക മലയാളികളില്ല. ഒരു പരിധിവരെ വിദേശ രാജ്യങ്ങളിൽ പോലും വളരെ പ്രശസ്തമാണ് ആറന്മുള. ആറന്മുളയുടെ പൈതൃകം തിരിച്ചു പിടിക്കുന്നതിൽ ബഹുമാനപ്പെട്ട കുമ്മനം രാജശേഖരന് വലിയൊരു പങ്കുണ്ട്. ആറന്മുളയുടെ പൈതൃകവും അതിൻ്റെ സംസ്കാരവും അതിന് തനിമയും അതിന് ഗ്രാമീണതയും നശിപ്പിക്കാനായിട്ടൊരു വിമാനത്താവള പദ്ധതി ആറന്മുളയിൽ വന്നിരുന്നു. ആ വിമാനത്താവള പദ്ധതി ഈ നാടിനെ നശിപ്പിക്കാതിരിക്കാനായിട്ട് അതിനെതിരെ നടത്തിയ സമരത്തിൻ്റെ നായകനായിരുന്നു അന്ന്. ഒരു പരിധിവരെ കേരളത്തിലെ മറ്റു പല രാഷ്ട്രീയ കക്ഷികളെ ഒന്നിച്ചു നിർത്തി സമരം വലിയ വിജയത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ എന്നോട് പറഞ്ഞ മറുപടി അനുസരിച്ച് ഒരു ചോദ്യം ചോദിക്കുകയാണ്. പുതിയ തലമുറയ്ക്കും നാളുകളിലെ ആറന്മുളയുടെ ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ വളർച്ചയ്ക്കും ഭാവിക്കും വേണ്ടി അങ്ങ് ആറന്മുളയുടെ വോട്ടർമാരോട് പറയുന്ന വാക്കുകൾ, വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഈ പൈതൃക സമ്പത്ത് ഉള്ള ഒരു നാട് എന്നുള്ളതെനിക്ക് അതിനെ വീണ്ടെടുക്കണം. നഷ്ടപ്പെട്ടു പോയി പലതും. 1300 പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര് തിരുനിഴൽ മാല എന്നാണ്. ആ പുസ്തകത്തിൽ ആറന്മുള ഈ ഭൂപ്രദേശത്തെക്കുറിച്ചാണ്. ആറന്മുള എന്ന് പറയുന്ന ഈ ഒരു
ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം മാത്രമല്ല, അല്ല, അത് വിപുലമായൊരു ദേശമായിരുന്നു ഒരു കാലം. ഒരു ദേശം, ആറന്മുള ദേശം എന്നാണ് അറിയപ്പെട്ടത്. നമ്മയാൾവാർ ഇവിടെ വന്നിട്ടുള്ള ഒരാളാണ്. ഏതാ അങ്ങ് തമിഴ്നാട്ടിലെ പ്രശസ്തനായ തീർത്ഥാടകനായിരുന്നു നമ്മയാൾവാർ. അദ്ദേഹം ഈ ആറന്മുള വന്ന അദ്ദേഹം തന്നെ സ്തുതികൾ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൃതികളിലുണ്ട്. അപ്പോൾ 1300 ഇറങ്ങിയ ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആറന്മുള വാസ് എ ട്രേഡ് സെൻറ്റർ. ഇവിടെ ഈ നദിയിലൂടെയായിരുന്നു കെട്ടുവള്ളത്തിൽ സാധന സാമഗ്രികൾ കൊണ്ടുവന്നതും. ആറിൻ വിളൈ, എല്ലാവിധത്തിലും വിളവ് ധാരാളം ഉണ്ടാകുന്ന ആറിൻ്റെ തീരമായിരുന്നു ഈ ഭൂപ്രദേശം മുഴുവൻ. അപ്പോൾ ഈ നിയോജകമണ്ഡലം വേണ്ട ഈ ആറിൻ്റെ തീരത്ത് അങ്ങേയറ്റം മുതൽ ഇവ പറഞ്ഞ ഇരുപേരൂര് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി ഓമല്ലൂർ ഇങ്ങനെ കിടക്കുന്ന ഒരു ഭൂപ്രദേശം. ആറിൻ്റെ 2 കരകളിലുമായിട്ടാണ് ഈ കോഴഞ്ചേരി, മാരാമൺ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഈ ഭൂപ്രദേശം എങ്ങനെയായിരുന്നു പണ്ട്? ഇവിടെ നല്ല വൈദ്യന്മാർ, നല്ല കളരികൾ, ഇവിടുത്തെ എല്ലാവിധത്തിലും കൃഷിയിലെ വാണിജ്യം, വ്യാപാരം, വ്യവസായം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഈ മേഖലകളിലെല്ലാം ഉന്നതമായൊരു നിലയിലായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ പൈതൃക ഗ്രാമമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. നമുക്കത് വീണ്ടും നഷ്ടപ്പെട്ടു പോയ എല്ലാ സമ്പത്തും വീണ്ടെടുക്കുക, റിവൈവലാണ് ആവശ്യം, ഒരു പുനരുജ്ജീവനമാണ് ആവശ്യം. അങ്ങനെയെങ്കിൽ ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള എന്തെല്ലാം പദ്ധതികളാണ് അങ്ങയുടെ മനസ്സിലുള്ളത്? അങ്ങയുടെ ഈ മറുപടി എനിക്ക് വളരെ താല്പര്യമായി. കാരണം പൈതൃകങ്ങൾ നഷ്ടപ്പെടുന്ന ഭൂമിയേക്ക് നാളുകളിൽ നിലനിൽപ്പില്ല. അപ്പോൾ ആ ഭൂമിയെ തിരിച്ചു പിടിക്കാനായിട്ട് അങ്ങ് എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് ഇവിടുത്തെ ഈ വോട്ടർമാരെ എടുത്ത് വെക്കുന്നത്, പ്രത്യേകിച്ച് NDAയുടെ BJPയുടെ സമന്വിതനായ ഒരു നേതാവ് എന്ന നിലയ്ക്ക്? അല്ല, ഇത് ഒന്ന് പമ്പാ നദി ആണ് ഇതിൻ്റെ ഹൃദയധമനിയാണ്. അത് വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ്. വീണ്ടെടുക്കണം, ആ നദിയെ വീണ്ടെടുക്കണം. മൃതാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നദിയെ വീണ്ടെടുക്കാൻ പമ്പ ആക്ഷൻ പ്ലാൻ ഉണ്ടായിരുന്നു. 382 കോടി രൂപയുടെ പദ്ധതിയായിരുന്നു. പദ്ധതി നഷ്ടപ്പെട്ടു. അത് പമ്പയെ റിജുവിനേറ്റ് ചെയ്യാനാണ്, അത് വേണ്ട പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതിയാണ്. ആ പദ്ധതി തിരിച്ചു കൊണ്ടുവരണം. ആ പദ്ധതിക്ക് ഇനി ഒരു പക്ഷേ 1000 കോടി രൂപ, എനിക്ക് തോന്നുന്നു കേന്ദ്രത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇതൊക്കെ വലിയ താല്പര്യമുള്ളൂ. കാരണം ഗംഗയെ നദിയെ ഈ സാധിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഗംഗാ നദിയുടെ ചുമതല വഹിച്ചിരുന്ന ഈ നാട്ടുകാരനാണ് അശോക് കുമാർ IAS. അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചു. നിങ്ങളുടെ നാട്ടിൽ പമ്പാ നദിയെക്കുറിച്ച് എന്താ നിങ്ങൾക്ക്? എനിക്ക് തോന്നുന്നു അദ്ദേഹം കോട്ടയം കളക്ടറായിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് അങ്ങോട്ട് ഈ ചുമതല കൊടുത്തത്. അല്ലല്ല, അദ്ദേഹം ഉത്തർപ്രദേശിലായിരുന്നു. അദ്ദേഹം സിവിൽ ഏവിയേഷൻ്റെ സെക്രട്ടറിയാണ്. അതെ, അദ്ദേഹത്തിന് കോട്ടയം എന്തോ ഒരു കണക്ഷൻ ഉള്ളപോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് അതറിഞ്ഞൂടാ. അദ്ദേഹത്തിൻ്റെ നാട് ഈ പമ്പയുടെ തീരത്ത്, അത് പമ്പയുടെ തീരത്ത് ഇടനാടാണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പം ഞാൻ അദ്ദേഹത്തെ ഈ സിവിൽ ഏവിയേഷൻ്റെ സെക്രട്ടറി ആയിരുന്നതുകൊണ്ട് വിമാനത്താവള വിഷയത്തിൽ അദ്ദേഹമായിട്ട് എനിക്ക് നിരന്തരം ബന്ധപ്പെടേണ്ടി വന്നപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം മോഡിജി പ്രധാനമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തെ ഗംഗ റിജുവിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു വലിയ അതോറിറ്റി, കാരണം 4-5 സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ്. അപ്പോൾ അതിനെ മുഴുവൻ അദ്ദേഹം ഒരു അതോറിറ്റി രൂപീകരിച്ച് അതിൻ്റെ മുഴുവൻ നോക്കിയത്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ പമ്പാ നദിയെക്കുറിച്ച്? അദ്ദേഹം പറയുന്നത് ആരെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ പഞ്ചായത്ത് ആരെങ്കിലും രംഗത്ത് വരണ്ടേ? കേന്ദ്രത്തിന് കൊണ്ടുപോയി നേരെ അവിടെ കൊണ്ടുപോയി പണം ചെലവഴിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എന്നിട്ട് അദ്ദേഹം ഒരു ടീമിനെ അയച്ചു. ആ ടീം ഇവിടെ മുഴുവൻ പഠനം നടത്തിയതിന് ശേഷം ആ ടീമിൻ്റെ റിപ്പോർട്ട് പറയുന്നത് അടിയന്തരമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ ഇത് മരിച്ചു പോകുന്നതാണ്. അതായത് ആ ബൃഹത് പദ്ധതി, ആറന്മുളയെയും അതിൻ്റെ പൈതൃകത്തെയും തിരിച്ചു പിടിക്കാനായിട്ടുള്ള ആ ബൃഹത് പദ്ധതി അതൊരു ആധുനികവൽക്കരണത്തിൻ്റെ ഒരു ഭാഗം കൂടെയാണ്. കാരണം വെച്ചാൽ വിനോദസഞ്ചാര വികസനത്തിന് ഏറ്റവും കൂടുതലും നമ്മുടെ പൈതൃക കാഴ്ചകളാണ് ഇന്ന് ലോകത്തെമ്പാടും പോയി കാണുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട കുമ്മനം രാജശേഖരൻ ആ പദ്ധതി കേരള സർക്കാരിൻ്റെ യാതൊരു തരത്തിലും ഒരു നാട് നന്നാകരുത്, തങ്ങൾക്ക് മാത്രം ഭരിക്കണം, തങ്ങളുടെ പഴകി ദ്രവിച്ച ആശയങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുന്ന ഇടതും വലതും ഈ പദ്ധതിക്ക് എതിരായിരുന്നു. കാരണം അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കുമ്മനം രാജശേഖരനെ പോലുള്ള എന്താ പറയുക, സേവനങ്ങൾ ചെയ്യുന്ന മനുഷ്യർക്കൊന്നും പ്രസക്തി ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. കുബുത്തിയല്ലേ ഈ സർക്കാരുകൾ ഇതിൻ്റെ പിന്നിൽ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുന്നതിനുള്ള പ്രേരണ? അല്ല, നമ്മൾ മാറി മാറി ഭരിച്ചവർക്കൊന്നും നാടിൻ്റെ പൈതൃകത്തെക്കുറിച്ച് ചിന്തയില്ല. അതാണ് ഒരു കാരണം. നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം അവരുടെ പേര് തന്നെ ഒന്ന് മാറ്റി അവരുടെ ഭാഷയിലാക്കിയെടുക്കാൻ എത്രയോ നേരത്തെ സാധിച്ചിട്ടുള്ളത്. കേരളം എന്നാകുന്നത് ഇപ്പോഴാണ് കഴിഞ്ഞ ഒരു മാസം. അതെ. അപ്പോൾ ഈ നാടിൻ്റെ മഹത്തായ പൈതൃകത്തോട്, പാരമ്പര്യത്തോട്, ചരിത്രത്തോട് ബഹുമാനമുള്ള, വിധേയത്വമുള്ള, കടപ്പാടുള്ള ഒരു നല്ല ഭരണകൂടം വരണം.
അല്ലെങ്കിൽ ഭരണാധികാരി അല്ലെ പ്രതിനിധികൾ വരണം, ജനപ്രതിനിധികൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇതിന് ഇച്ഛാശക്തി വേണം, ഇതിനെക്കുറിച്ചൊരു ഇച്ഛാശക്തി വേണം. അതില്ലാത്തതാണ് പ്രശ്നം. ഇവിടെ ഇത് ഈ പറയുന്ന പദ്ധതികളില്ലാത്തതുകൊണ്ടല്ലേ ഈ നാടിനെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്തെല്ലാം ചെയ്യും. ഒരു ഹെറിറ്റേജ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഹെറിറ്റേജ് വില്ലേജാണ്, വലിയ സാധ്യതകളുണ്ട്. ഒരു ഹെറിറ്റേജ് യൂണിവേഴ്സിറ്റി കേന്ദ്ര സർക്കാരിന് അത്തരം ഈ ഹെറിറ്റേജ് വില്ലേജുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വളരെ താല്പര്യമുണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ. ഈ 2500 ഏക്കർ വരുന്ന നെൽപ്പാടം മുഴുവൻ മണ്ണിട്ട് നികത്തിയിരുന്നെങ്കിൽ അതെ ഈ 6-7 ഗ്രാമങ്ങൾ 2018 വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയേനെ. അതെ, കാരണം ഇവിടെയൊക്കെ വെള്ളമായിരുന്നു. ഈ നമ്മളിരിക്കുന്ന സ്ഥലത്തിന് ഒരു 6 അടി പൊക്കത്തിൽ വെള്ളം. അതെ, അത് ആ പാടശേഖരം നിറയാൻ 9 മണിക്കൂർ എടുത്തു വെള്ളം. അത് ആ 9 മണിക്കൂർ സമയം പമ്പ പൊങ്ങിയിട്ടില്ല പറഞ്ഞ. അതേസമയം മണ്ണിട്ട് നികത്തിയിരുന്നെങ്കിൽ ആ 9 മണിക്കൂർ കൊണ്ട് 9 അടി ഉയർന്ന സത്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ അതുമായിട്ട് അനുബന്ധമായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ആറന്മുള എന്ന് പറയുന്ന കേരളത്തിന് ശ്രദ്ധേയമായ ഒരു മത്സരം അരങ്ങേറുന്ന നിയോജകമണ്ഡലമായി മാറിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് ഒരു പരിധിവരെ ദേശീയ മാധ്യമങ്ങൾ പോലും പിന്നെ ആറന്മുളയെക്കുറിച്ച് വാർത്തകൾ കിട്ടും. അതിലൊരു മുഖ്യ പങ്ക് ഇവിടുത്തെ സ്ഥാനാർത്ഥികളായിരിക്കുന്ന 3 പേര് തന്നെയാണ്. ഒന്ന് ആരോഗ്യമന്ത്രി, കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി മത്സരിക്കുന്നൊരു മണ്ഡലം. രണ്ടാമത് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറിയായ അബിൻ വർക്കി മത്സരിക്കുന്നൊരു മണ്ഡലം. സർവോപരി കുമ്മനം രാജശേഖരൻ എന്ന് പറഞ്ഞ മുൻ ഗവർണറും BJPയുടെ സംസ്ഥാന പ്രസിഡന്റും ജനങ്ങളിൽ വലിയ രീതിയിൽ സ്വാധീനമുള്ള വ്യക്തിത്വമോടെ മത്സരിക്കുന്ന ഒരു ത്രികോണ മത്സരമാണ് ആറന്മുളയിൽ നടക്കുന്നത്. ആറന്മുളയിലെ ജനപ്രതിനിധികളുടെ മുൻകാല ചരിത്രങ്ങൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഈ നാടിൻ്റെ സ്വന്തം നാടിന് അല്ലെങ്കിൽ ഈ പറയുന്ന നിയോജകമണ്ഡലത്തിന് 1% പോലും അതിൻ്റെ തനിമ പിന്നെ കാത്തു സൂക്ഷിച്ചു. പ്രത്യേകിച്ച് ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞ ലോക പ്രശസ്തമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ പല രാജ്യങ്ങളിലെ തലവന്മാർക്ക് സംഭാവന ചെയ്തതിൽ ഒന്ന് ആറന്മുള കണ്ണാടിയാണ്. അപ്പോൾ ഇതിനെയൊക്കെ പരിപാലിച്ചുകൊണ്ട് ആധുനികവൽക്കരണം ഞാൻ ഉദ്ദേശിക്കുന്ന ഈ തനിമ സൂക്ഷിച്ചുകൊണ്ട് സാമ്പത്തികമായിട്ട് തന്നെ വലിയ രീതിയിൽ വളരാനുള്ള സാഹചര്യങ്ങൾക്കെതിരായിരുന്നവർ ഒരുപക്ഷെ അവർക്ക് അതിനുള്ള ഐഡിയോളജി ഇല്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, കേരള മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ സൃഷ്ടിച്ച 2-3 മന്ത്രിമാരിലൊരാൾ വീണ ജോർജാണ്. അവർ കൈകാര്യം ചെയ്തിരുന്ന ഈ ആരോഗ്യവകുപ്പ് എന്ന് പറയുന്നത് ഇന്ന് ഏതാണ്ട് കുത്തഴിഞ്ഞൊരു സാഹചര്യത്തിലാണ്. അവരെ പിടിപ്പുകേട് കൊണ്ട് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റി ഇല്ലായ്മ കൊണ്ടായിരിക്കാം രോഗികൾ പല മെഡിക്കൽ കോളേജുകൾ പോലും ഇന്ന് പതനത്തിൻ്റെ വക്കിലാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് ഹർഷീന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വയറ്റിൽ താമരശ്ശേരിയിലെ ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശസ്ത്രക്രിയ ഉപകരണം തുന്നിച്ചേർത്ത് അതിനെതിരെ നടത്തുന്ന സമരങ്ങൾ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്നിരിക്കുന്ന ഒരുപാട് പാവപ്പുഴകൾ, ഈ അടുത്ത കാലത്ത് തന്നെ കത്രിക പിന്നെ ശരീരത്തിനുള്ളിൽ തുന്നിത്തയ്പ്പിച്ചത്, ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ ശോച്യാവസ്ഥ, കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നുകൊണ്ടൊരു സ്ത്രീ മരിച്ചുപോയത്, അങ്ങനെ നിരവധി അപാകതകൾ ദിവസേന എന്നോണം ഈ വകുപ്പിനെക്കുറിച്ച് പരാതിയുണ്ട്. ഈ മന്ത്രിയാണ് 3-ാം വട്ടവും തൻ്റെ ഭർത്താവിന് താല്പര്യമില്ലായിട്ട് പോലും ഇവിടെ മത്സരിക്കുന്നത്. ഇങ്ങനൊരു മന്ത്രി ഈ ആറന്മുള പോലുള്ള സ്ഥലത്തുനിന്ന് വ്യക്തിപരമായിട്ടുള്ള ആശയമല്ല, അവരെക്കുറിച്ച് വന്നിരിക്കുന്ന മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വന്നിരിക്കുന്ന ജനങ്ങളുടെ മനസ്സിലുള്ളൊരു ഇമേജാണ്. ഇത്തരം ഉള്ളൊരു വ്യക്തിത്വത്തിനെതിരെയും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ പിന്നെ സെക്രട്ടറി ആയ ഒരു ചെറുപ്പക്കാരനെതിരെയാണ് അങ്ങ് ഏറ്റുമുട്ടുന്നത്. അത് ധാർമ്മികതയുടെ പിൻബലം വെച്ചുകൊണ്ട് മനുഷ്യനെ കാണുന്നൊരു സന്ദേശം കൊടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കുമ്മനം രാജശേഖരൻ എന്ന വ്യക്തിത്വത്തിലൂടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ അങ്ങേക്ക് നൽകുന്ന ഈ സ്വീകാര്യത വോട്ടർമാർ എത്ര രീതിയിലാണ്, അല്ലെ ഏതെല്ലാം രീതിയിലാണെന്ന് വിശദീകരിക്കാമോ? അല്ല, ഈ നാട്ടിലെ ജനങ്ങൾ അവരൊക്കെ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്താണ്. അവർ ഈ നാടിനെ സ്നേഹിക്കുന്നവരാണ്. അവർക്ക് നാട്ടിൽ വികസനം ഉണ്ടാകണം. ഞങ്ങളുടെ കുട്ടികൾ അടുത്ത തലമുറ വളരുകയാണ്. അവർക്കിവിടെ അന്തസ്സോടും അഭിമാനത്തോടും ജീവിക്കണം. അതിന് ഒരു പരിപ്രേക്ഷ്യം നമ്മുടെ ഈ പറയുന്ന നിയോജകമണ്ഡലത്തിൽ ഇതേവരെ ഉണ്ടായിട്ടില്ല. അതുണ്ടാക്കാൻ കോൺഗ്രസിനോ CPM-നോ കഴിയില്ല എന്ന് വളരെ വ്യക്തമായി തെളിഞ്ഞു കഴിഞ്ഞു. കാരണം 70 വർഷമായില്ലേ. കറക്റ്റ്. പിന്നെ 10 വർഷമായിട്ട് ഇവിടെ ഒരു മന്ത്രി പ്രതിനിധീകരിക്കുകയാണ്. ആ മന്ത്രിയുടെ വകുപ്പിൻ്റെ കാര്യമൊന്നും പറയണ്ട, അത് പിന്നെ എല്ലാവരും കേൾക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരു മന്ത്രിക്ക് ഇനിയും ഇവിടുത്തെ ജനങ്ങളോട് വോട്ട് ചോദിക്കേണ്ട അർഹത പോലും ഇല്ല. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സുകാരൊക്കെ എന്താ പറയാനുള്ളത്? അവരാണ് ഈ പറഞ്ഞ വിമാനത്താവളെന്നോ അല്ലെങ്കിൽ പറയുന്ന ഈ നാടിനെ കുട്ടിച്ചോറാക്കിയത്. വാസ്തവത്തിൽ അവരുടെ ഭരണകാലത്താണ്. അവരാരും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ വോട്ട് ചോദിക്കുന്നത് നിഷേധാത്മകമായ നിലയില്ല. അവരെ എതിർക്കാൻ വേണ്ടിയിട്ടോ അവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞിട്ടല്ല. എനിക്ക് എന്ത് വേണം, ഈ നാടിന് എന്ത് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ നാടിന് വേണ്ടത് വികസനമാണ്. വികസിത ആറന്മുള എന്നുള്ളതാണ് ഞാൻ മുന്നോട്ടേക്ക് വെക്കുന്നത്.
അത് കുറേ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിത് വലിയ അങ്ങനെയുള്ള ബിഗ് സിറ്റി ഇല്ല, കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഒരിക്കലും വികസനമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതെ, അല്ല ചില ധരിക്കും അതാണ് അങ്ങനെ ഒരു ധാരണ വരുത്തി വെച്ചിട്ടുണ്ട്. ഒരു നെറേറ്റീവാണ് വികസനം എന്ന് പറഞ്ഞാൽ. എക്സാക്ട്ലി. അപ്പോൾ അതിനൊക്കെ അപ്പുറത്ത് കാട്ടിക്കൊടുക്കാൻ സാധിക്കും. കാരണം ഇവിടെ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഗുജറാത്തിൽ സബർമതി നദി എങ്ങനെയാണ് അത് അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിജി എങ്ങനെ അത് ശരിയാക്കി. നല്ല പൂന്തോട്ടങ്ങൾ, മനോഹരമാണ്. ആ വെള്ളം തന്നെ കണ്ടാൽ എത്ര വൃത്തികേടായിട്ട് കിടന്നിരുന്ന ഒരു സബർമതി നദി സഞ്ചാരികൾ ഒഴിവാക്കും. അതെ, ഗാന്ധിജിയുടെ ആശ്രമത്തിൻ്റെ ഗാന്ധി 18 വർഷത്തോളം ഇരുന്ന് സത്യാഗ്രഹങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സൗദി ആശ്രമത്തിന്റെ മുൻപിൽ കൂടിയാണ് ഇത് ഒഴുകുന്നത്. അത് തന്നെയല്ല, പിന്നെ ചൈനീസ് പ്രസിഡന്റും നമ്മുടെ നരേന്ദ്രമോദിജിയും കൂടി അവരുടെ ആ സൗഹൃദ സംഭാഷണങ്ങൾ നടത്തിയത് ഈ ഇതേ ആശ്രമത്തിലാണ്. അതെ. അപ്പോൾ ഇത് നമ്മുടെ മുന്നിലുണ്ട്, ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. നമുക്കത് ഇവിടെ എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഇവിടെ തന്നെ കിട്ടുന്ന വളരെ സുലഭമായിട്ടുള്ള സാധന സാമഗ്രികളെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളാക്കി എന്തുകൊണ്ട് ഞാൻ ഇവിടെ ചക്ക മഹോത്സവം 2 പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. അതെ, അത് വലിയ വാർത്ത. അന്ന് ചക്ക മഹോത്സവം നടത്തുന്നു എന്ന് ആദ്യമായിട്ടാണ്. അപ്പോൾ നിരവധി ആളുകൾ കളിയാക്കി, ചക്ക ഇനി ചക്കയാണോ. പക്ഷേ 2.5 ലക്ഷം പേരാണ് അത് കാണാനായിട്ട് ഇവിടെ എത്തിയത്. അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ ഇപ്പോൾ ജാക്ക് ഫ്രൂട്ട്, ആറന്മുള ജാക്ക് ഫ്രൂട്ട് എന്നിപ്പോൾ വളരെ പ്രശസ്തമാണ്, നാട് മുഴുവൻ പ്രശസ്തമാണ് ആറന്മുള ജാക്ക് ഫ്രൂട്ട്. അതിനോട് നാടി പറയാം. വിയറ്റ്നാമിൻ്റെയും തായ്ലൻഡിൻ്റെയും ഏറ്റവും വലിയ എക്സ്പോർട്ട് മേഖലകളിൽ ഒന്ന് ചക്ക എക്സ്പോർട്ടാണ്. അതെ, അത് നമ്മുടെ കേരളത്തിൽ രാജേട്ടൻ പറഞ്ഞത് കറക്റ്റ്. കേരളത്തിൽ ഇത്തരം നമ്മുടെ പ്രാചീനമായിട്ടുള്ള ഇത്തരം അപൂർവ സമ്പത്തുകളെ നമുക്ക് വിപണനം ചെയ്താൽ തന്നെ നമ്മൾ വലിയ രീതിയിലുള്ള വികസനം. പിന്നെ എന്തെല്ലാം നമുക്ക് ഈ മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കാൻ എക്സാക്ട്ലി ഈ ഇവിടുത്തെ നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ തന്നെ സാധിക്കും. അതെ, കാരണം നമുക്ക് അടുത്തത് തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടത് പൈതൃകങ്ങളാണ്. നമുക്ക് തന്നെ ഇവിടെ കളരികൾ ധാരാളമുണ്ട്. സെൽഫ് ഡിഫെൻസ് ഇവിടുത്തെ അതൊരു വലിയൊരു മുഖമുദ്രയല്ലേ, നാടിൻ്റെ മുഖമുദ്രയല്ലേ. കൃഷി, എത്രയോ സ്ഥലങ്ങൾ വേസ്റ്റ് ലാൻഡ് കിടക്കുന്നു, തരിശുഭൂമികൾ കിടക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നില്ല? അങ്ങനെ സമഗ്രമാണ്. നമ്മളൊരു വെറുതെ അറ്റവും മൂലം പറയല്ല, ഇവിടെ ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര രേഖകളുണ്ട്. അതിനെ നമുക്ക് എന്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവന്നു? ഈ മഹാത്മാക്കളെ നമുക്ക് അടുത്ത തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും. ഇവിടുന്ന് ഒരു 5 കിലോമീറ്ററിനുള്ളിൽ പമ്പയുടെ തീരത്തുകൂടി നടന്നു പോയി കഴിയുമ്പോൾ 13 മഹാത്മാക്കളുടെ ജന്മസ്ഥലങ്ങളാണ് ഇവിടെ. ഡോക്ടർ KM ജോർജ്, അതുപോലെ മഹാകവി സൈമൺ, അതുപോലെ തന്നെ ഉപദേശി. അദ്ദേഹം എഴുതിയിരിക്കുന്ന പാട്ടുകൾ ഇന്ന് ക്രൈസ്തവ ദേവാലയങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആത്മീയതയോടുകൂടി പാടുന്നത് സാധു ഉപദേശി. അങ്ങനെയുള്ള ആളുടെ റോഡ് സൈഡിലാണ് ജന്മസ്ഥലങ്ങൾ. ഇതൊക്കെ അടുത്ത തലമുറയ്ക്ക് വിശദാനന്ദ സ്വാമികൾ, ശ്രീരാമകൃഷ്ണ ഇവിടുത്തെ ഒരു പ്രജാസഭാ മെമ്പറായിരുന്നു, കുറുമ്പൻ ദൈവത്താൻ. പ്രജാസഭാ മെമ്പറായിരുന്നതാണ്. ഇവിടെ ഞാൻ പറയട്ടെ, ഈ ക്ഷേത്രങ്ങളിലെല്ലാം പ്രവേശനം കിട്ടുന്ന കാലങ്ങൾക്ക് മുമ്പ് ഈ ആറന്മുള ക്ഷേത്രത്തിൽ പ്രവേശനം എല്ലാവർക്കും പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി ധീരോദാത്തമായ പോരാട്ടം നടത്തിയിട്ടുള്ളതാണ് കുറുമ്പൻ ദൈവത്താൻ. തീർച്ചയായിട്ടും. അതെ, ഈ തലമുറയ്ക്ക് അറിയാവേ. ഞാൻ ഈ സംസാരിക്കാൻ 1 കിലോമീറ്റർ അപ്പുറത്താണ്. ഈ തലമുറയ്ക്ക് അറിയാമോ? അതെ, അത് അറിയിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇങ്ങനെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ധന്യാത്മാക്കൾ ജന്മം കൊണ്ട് പവിത്രമായ ഒരു ഭൂപ്രദേശമാണിത്. ഞാൻ പറയും കൃഷി മാത്രമല്ല ഈ പറയുന്നത്, വ്യവസായം മാത്രമല്ല, ഇതും നമ്മുടെ വികസിത ആറന്മുളയിലെ ഭാഗമാണ്. അടുത്ത തലമുറയ്ക്ക് ഇവിടുത്തെ മഹാത്മാക്കളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ. വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ മഹാത്മാഗാന്ധി വന്നിട്ടുണ്ട്, 2 ദിവസം ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് ഈ സത്രത്തിൽ. എന്താ ഇവിടെ ഉള്ളത്? ഒന്നുമില്ല, ഒരു സ്മാരകം പോലും ഇല്ല. കേരളത്തിൽ 1920 മുതൽ 37 വരെ അദ്ദേഹം കേരളത്തിൽ സന്ദർശിച്ചിട്ടുണ്ട്. അവസാനമായി അദ്ദേഹം 1937 അവസാനമായി കേരളത്തിൽ വന്ന് സന്ദർശിക്കുന്ന സ്ഥലം ഈ ഇലന്തൂരും ഈ ആറന്മുളയും, അതുവഴി കൊട്ടാരക്കരയിൽ നിന്ന് ട്രെയിൻ കയറി അദ്ദേഹം പോകുന്നു. ആറന്മുള 2 ദിവസം ഇവിടെയൊക്കെ വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തി ഇതിൽ നടന്നാണ് അദ്ദേഹം പോയത്. ആ ഒരു ചരിത്ര പശ്ചാത്തലം തന്നെ ഇവിടെ പലർക്കും അറിയത്തില്ലെന്നുള്ളത്. ഏറ്റവും വലിയ ഗതികേട് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഖാദിയുടെ പ്രചരണത്തിന് വേണ്ടി അദ്ദേഹം ഇവിടെ നിന്ന് പ്രസംഗിച്ചു. അന്ന് ആ പ്രസംഗങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വലിയൊരു ഫലകം വെച്ചിരുന്നു, ഖാദി ധരിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെൻറ് ഓർഡർ, അന്നത്തെ ഓരോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഓർഡർ ഒരു ഫലകത്തിൽ കൊത്തിവെച്ചിരുന്നു. അതെ. ഇനി രാജേട്ടനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദിജിയുടെ കേന്ദ്ര സർക്കാർ കേവലം 12 വർഷം കൊണ്ട് താറുമാറായി കിടന്ന ഒരു രാജ്യത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ചു. ഇന്ന് നമ്മുടെ രാജ്യം
സാമ്പത്തിക നിലയിൽ 4ാം സ്ഥാനമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്നത് നമ്മുടെ ബഹുമാനായ നരേന്ദ്രമോദിജിയാണ്. അതെ. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കുറേ വർഷം അമേരിക്കയിൽ ജീവിച്ചു, അത് രാജേട്ടനും അറിയാം. അന്നൊക്കെയുള്ള അമേരിക്കയിലെയും പാശ്ചാത്യ നാടുകളിലൊക്കെയുള്ള ഇന്ത്യയെക്കുറിച്ചുള്ള ചിത്രീകരണം എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും അറിയത്തില്ല. നമ്മളൊരു അപരിഷ്കൃത നാടിന് വന്ന ആളുകളെന്നുള്ളതാണ് അവരുടെ ധാരണ. എന്നാൽ ഇന്ന് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു പ്രൈഡ്, ഒരു അഭിമാനം, അവർ തരുന്ന റെസ്പെക്റ്റ് സത്യത്തിൽ അത്ഭുതകരമാണ്. ആ അത്ഭുതങ്ങൾ കാഴ്ചവെച്ചിട്ട് പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. എന്നാൽ ഈ പ്രധാനമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് മറ്റ് ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പല പദ്ധതികളും രാഷ്ട്രീയ ശത്രുത കൊണ്ട് തങ്ങൾക്ക് വീണ്ടും അധികാരത്തിലെത്താൻ വേണ്ടിയിട്ട് BJP ശത്രുത കൊണ്ട് മാത്രം കേരളത്തിൽ എത്തിക്കാതിരിക്കുന്നുണ്ട്. നിരവധി പദ്ധതികളുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിനെയും BJPയെയും നെഗറ്റീവായിട്ടുള്ള ഒരു പ്രൊപ്പഗൻഡ കൊടുത്തിട്ട് നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്യുമായിരുന്നു, കബളിപ്പിക്കുമായിരുന്നു ഈ 70 വർഷങ്ങളായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരുന്നവർ. അതിനൊരു മാറ്റം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മുതിർന്ന നേതാവ് എന്നുള്ള നിലയ്ക്കും മുൻ BJP സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കും ഈ വക കാര്യങ്ങളിൽ ഉള്ള മാറ്റം എങ്ങനെ കാണുന്നു ബഹുമാനപ്പെട്ട കുമ്മൻ രാജശേഖരൻ? അല്ല, കേരളത്തിന് പുറത്ത് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. വെറും 30 ലക്ഷം ടൺ ഭക്ഷ്യോൽപാദനം ഉണ്ടായിരുന്ന ഗ്രൂപ്പിൽ ഇപ്പം അത് 63 ലക്ഷം ടണ്ണായി ഭക്ഷ്യോൽപാദനം. അതെ. കേരളത്തിൽ 9 ലക്ഷം ടൺ ഉണ്ടായിരുന്നു, അത് 8ആയി 7ആയി കുറഞ്ഞു വരികയാണ്. അതെ. 46 ലക്ഷം ടൺ അരി വേണം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിക്കാൻ ഒരു വർഷം. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന 7-8ആണ്. ഈ ഭക്ഷ്യോൽപാദനം വർദ്ധിക്കുന്നുണ്ട്. ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ്. അതെ. ഇങ്ങോട്ടേക്കൊന്നും കൊണ്ടുവരികയില്ല, ഇല്ല, ഇവിടേക്ക് എത്തിക്കുകയില്ല. 227 പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. 227 പദ്ധതികൾ. ഈ പദ്ധതികൾ നടപ്പിലാക്കി കഴിഞ്ഞ് 10 വർഷം കൊണ്ട് നടപ്പിലാക്കി 3ാം ടൈമിലേക്ക് ഇന്ന് ആ ഗവൺമെൻറ് പോവുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ നടപ്പാക്കുകയാണ്. PMC പദ്ധതി. സ്റ്റാലിൻ മോഡി സർക്കാരിനെ വിമർശിക്കുന്ന ആളാണ്. സ്റ്റാലിൻ പറഞ്ഞു പോരട്ടെ, 1 കോടി രൂപ ഒരു സ്കൂളിന് കിട്ടുന്ന പോരട്ടെ. ഇവിടെ പറയും വേണ്ട. ആന്ധ്ര സർക്കാർ, അതെ, കർണാടക സർക്കാർ, കോൺഗ്രസ്, ഹരിയാന സർക്കാർ, അവര് അവിടെയൊക്കെ എന്താ പറയുക, കിട്ടാനുള്ളത് പിടിച്ചു വാങ്ങിക്കുകയാണ്. പിടിച്ചു വാങ്ങി ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ ജനങ്ങൾ, ഞങ്ങൾക്ക് ആര് തരുന്നു എന്നുള്ളത്. അതിൽ രാഷ്ട്രീയമില്ല. വികസനത്തിൽ രാഷ്ട്രീയമില്ല. ഇല്ല, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. ആര് തരുന്നാലും വാങ്ങിച്ച്, അതാണ് നാടിനോടുള്ള കൂറെന്ന് പറയുന്നത്. ഇപ്പം ഇവർക്ക് നാടിനോട് കൂറില്ല, അവർക്ക് ജനങ്ങളോട് വിധേയത്വമില്ല, കടപ്പാടില്ല. അവർക്ക് സ്വാർത്ഥ താല്പര്യങ്ങളാണ്. പണം ഉണ്ടാക്കുക, അധികാരം പണം ഉണ്ടാക്കാനാണ്. അതാണ് അഴിമതി ചെന്ന് വീഴുന്നത്. അതെ. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുണ്ട്. നമ്മുടെ മധ്യ തിരുവിതാംകൂറിൽ ഒരു കാലത്തും ഇപ്പോൾ കേരളം മിക്കവാറും എല്ലായിടത്തും നമ്മുടെ സാമ്പത്തിക സ്രോതസ്സിനെയും വിദേശ മലയാളികളുടെ അല്ലെങ്കിൽ വിദേശത്ത് ചേക്കേറി നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വിദേശനാട് നേടുന്നതിൽ വലിയ സംഭാവനകൾ ചെയ്യുന്നൊരു വിഭാഗമാണ് നേഴ്സുമാർ. ഈ നേഴ്സുമാർ ഭൂരിപക്ഷവും കേരളത്തിന് വെളിയിലാണ് പഠിക്കുന്നത്. ഭീമമായ എമൗണ്ട് നൽകി 28,000 നേഴ്സുമാർ ഒരു വർഷം അഡ്മിഷൻ എടുക്കുന്നുണ്ട് നേഴ്സിംഗ് കോഴ്സിന് വേണ്ടിയിട്ട്. കേരളത്തിൽ ഇന്ന് വരെ ഈ സർക്കാർ ഇതുപോലെയൊക്കെ പലതും ചെയ്യുന്ന അവകാശപ്പെടുന്നുണ്ടെങ്കിലും കേവലം 8,000 കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമുള്ളൂ. സ്വകാര്യ മെഡിക്കൽ കോളേജ്, സ്വകാര്യ നഴ്സിംഗ് സ്കൂളിലും സർക്കാർ സ്കൂളിലുമായിട്ട് മൊത്തം 8,000 കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം കേരളത്തിലുള്ളൂ. ബാക്കി 20,000 കുട്ടികളും കേരളത്തിന് വെളിയിലേക്കാണ് പോകുന്നത്. കോടാനുകോടി രൂപയാണ് നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ കേരളത്തിൽ നിന്ന് ഈ രീതിയിൽ തന്നെ കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ കേരളത്തിലെ പല നഴ്സിംഗ് സ്കൂളുകൾ ആരംഭിക്കാനായിട്ട് എല്ലാ ഫെസിലിറ്റീസും നിയമപരമായിട്ടുള്ളടത്ത് അപേക്ഷ കൊടുത്തിട്ടും ഈ ആരോഗ്യമന്ത്രിയുടെ കീഴിലുള്ള ആരോഗ്യവകുപ്പ് പലരെയും റിജക്റ്റ് ചെയ്യുകയാണ്. കോടതി പോലും പറഞ്ഞിട്ടൊന്നും കൊടുക്കുന്നില്ല. വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അയൽ സംസ്ഥാനങ്ങളിലെ ഈ മെഡിക്കൽ അല്ലെ നഴ്സിംഗ് കോളേജുകളുടെ ലോബിയായിട്ട് ഇവർക്ക് എന്തെങ്കിലും കണക്ഷനുണ്ടോ, അല്ലെങ്കിൽ അതുമായിട്ട് എന്തെങ്കിലും പെട്ട ദുരൂഹപതിനുണ്ടോ? അല്ലായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് സ്വകാര്യ വ്യക്തികൾ, സ്വകാര്യ മെഡിക്കൽ കോളേജുകളും സ്വകാര്യ സംരംഭകരും നഴ്സിംഗ് സ്കൂൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ നൽകുമ്പോൾ അകാരണമായിട്ട് തള്ളപ്പെടുന്നത്? വളരെ വ്യക്തമല്ലേ. കേരളത്തിന് പുറത്തേക്കുള്ള ശക്തമായ ലോബിയാണ്. അവരുടെ സ്വാധീനത്തിൽപ്പെട്ട് കിടക്കുകയാണ് ഇവിടുത്തെ നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗം. ഇത് തന്നെയല്ലേ മെഡിക്കൽ കോളേജിലേക്കും സർക്കാർ ആശുപത്രികളിലേക്കും ജനങ്ങളും പോകുന്നില്ലല്ലോ. ഇവിടെ പ്രൈവറ്റ് 75% രോഗികളും പോകുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളിലേക്ക്. ഇതിൻ്റെ പിന്നിലും ഇല്ലേ എന്തെങ്കിലും ഒരു കരുനീക്കങ്ങൾ? ഞാൻ ബലമായിട്ട് വിശ്വസിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ ആശുപത്രി മനഃപൂർവ്വം അവഗണിക്കുകയാണ്. ആരും സർക്കാർ ആശുപത്രി വരണ്ട, അവരൊക്കെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകട്ടെ എന്നൊരു മനോഭാവം ഉള്ളതുകൊണ്ടല്ലേ. ഇതുതന്നെയാണ് സ്വകാര്യ നഴ്സിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിന് പുറത്തുണ്ട്.
ആ ലോബികൾ, അവരുടെ ഏജന്റന്മാർ, അവരുടെ ആളുകൾ, ബ്രോക്കർമാർ ഒക്കെ കേരളത്തിൽ ഭയങ്കരമായിട്ട് എത്ര സ്ഥാപനങ്ങളാണ് അവിടെ അവരുടെ ഉള്ളത്. അവിടെ അഡ്മിഷൻ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കൊണ്ടുപോകില്ല. അപ്പോൾ ഈ പറഞ്ഞത് ശരിയാണ്. ഇവിടെ ഞാൻ പറയുന്ന കേരളത്തിൽ വികസിത കേരളം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ഇവിടെ കിട്ടണം. ഇവിടെ കിട്ടണം. അതെ. ഇവിടെ പഠിക്കാൻ ഫെസിലിറ്റി കൊടുക്കും, അവർക്ക് ജോലിക്കുള്ള ഫെസിലിറ്റി കൊടുക്കണം. ഒരു ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകാൻ പാടില്ല, മസ്തിഷ്ക ചോർച്ച സംഭവിക്കാൻ പാടില്ല. നമ്മുടെ മാൻ പവർ ഇവിടുന്ന് നഷ്ടപ്പെടാൻ പാടില്ല. ഏറ്റവും നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് മാൻ പവറാണ്. അബ്സല്യൂട്ട്ലി. അതെ. അത് മാനവശേഷി നഷ്ടപ്പെടാൻ പാടില്ല. ആ മാനവശേഷി മുഴുവൻ എങ്ങനെ വിനിയോഗിച്ച് അതിവിടെ പ്രൊഡക്റ്റീവ് ആക്കാം എന്നുള്ളതാണ് ഒരു ആസൂത്രണ ബോർഡിൻ്റെയോ അല്ലെങ്കിൽ ആസൂത്രകൻ്റെയോ അതിൻ്റെ കഴിവതാണ്. നമ്മുടെ മുഖ്യമന്ത്രിക്ക് ആ കഴിവുണ്ടാവണം. ഈ അടുത്ത കാലത്ത് ഒരു വാർത്ത വന്നിരിക്കുന്നു, നമ്മളെ ഭയപ്പെടുത്തി. അതായത് കേരളത്തിലെ ഭീമന്മാരായിട്ടുള്ള സ്വകാര്യ ഹോസ്പിറ്റലുകൾ, ഇൻക്ലൂഡിങ് ബേബി മെമ്മോറിയൽ ഉൾപ്പെടെ, അവരുടെ തൊടുപുഴ, കോഴിക്കോട്, കണ്ണൂരുള്ള ഹോസ്പിറ്റൽ ഉൾപ്പെടെ ഏതാണ്ട് 11ഓളം ഭീമന്മാരായ സ്വകാര്യ ഹോസ്പിറ്റലുകൾ അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള സ്ഥാപനം വിലയ്ക്ക് വാങ്ങിച്ചു. ഇതിൻ്റെ പിന്നിൽ കോടികളുടെ ഡീലുണ്ടെന്ന് ശോഭാ സുരേന്ദ്രൻ ഒരു പത്രസമ്മേളനത്തിൽ കേവലം 10 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളെ സർക്കാർ ആശുപത്രികളെ തകർത്തുകൊണ്ട് സ്വകാര്യ ആശുപത്രികൾക്ക് പണം കൊയ്യാനും സാധാരണക്കാരൻ്റെ പോക്കറ്റ് പിഴിയാനായിട്ടുള്ള അവസരമാണ് ഈ തൊഴിലാളി സ്നേഹവും സാഹോദര്യവും സാമൂഹിക പ്രതിബദ്ധതയും പറയുന്ന ഈ സർക്കാരിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ അങ്ങ് നിഷേധിക്കുമോ? ഇതാണല്ലോ, ഞാനത് തന്നെയാണല്ലോ പറഞ്ഞത്. ഇവിടുത്തെ ആരോഗ്യ മേഖല ഒന്നാകെ തന്നെ യാതൊരു വിധത്തിലുള്ള ആസൂത്രണമില്ലാതെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അതുകൊണ്ടാണ് ആശുപത്രികളിലേക്ക് ആരും വരാത്തത്. സ്വകാര്യ ആശുപത്രികൾ വിലയ്ക്ക് വാങ്ങിക്കാൻ വൻകിട ലോബികളിലൂടെ വരുന്നതാണ്. ഈ ആരോഗ്യ മേഖലയിലേക്ക് വൻകിട ലോബികൾ വരുന്നത്. ഏറ്റവും അധികം ലാഭകരമായ ഒരു രംഗം ഏതെന്ന് ചോദിച്ചാൽ, പണ്ടൊക്കെ ഇൻഡസ്ട്രി വേറെ തുടങ്ങാനായിരുന്നു. അപ്പോൾ അതെല്ലാം ആരോഗ്യ മേഖലയാണ്. കേരളത്തിലാണ് ഏറ്റവും അധികം രോഗികളുള്ളത്. ഏറ്റവും അധികം ആരോഗ്യരംഗം തകർന്നു കിടക്കുന്ന ഒരു സംസ്ഥാനം ഡയബറ്റീസ്. ഏത് രോഗങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം കൂടുതലുള്ളത് കേരളത്തിലാണ്. മദ്യം, മയക്കുമരുന്ന്, ഇതിൻ്റെ എല്ലാ ഉപഭോഗവും കേരളത്തിലാണ്. രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ആതുരാലയങ്ങൾ, ഇതുപോലുള്ള ആശുപത്രികളുടെ ആവശ്യം വരികയാണ്. അപ്പോൾ വരുമ്പോൾ മരുന്നിൻ്റെ പ്രൊഡക്ഷൻ, ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് വലിയ വലിയ രാജാക്കന്മാരുണ്ട്. അവർക്ക് കൊയ്ത്ത്, ഈ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ലോബിയുണ്ട്, അവർക്ക് കൊയ്ത്ത്. എല്ലാവരും കൊയ്തെടുക്കുകയാണ് കേരളത്തിൽ നിന്ന്. ഇതൊരു ഉപഭോഗ സംസ്കാരം. അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ സർക്കാർ. അതെ, ഇതൊരു ഉപഭോഗ സംസ്ഥാനമായി മാറി. എല്ലാത്തിൻ്റെ ഉപഭോഗം ഇവിടെയാണ്. അതേസമയം ഇവിടെ കഴിവുള്ള ആളുകൾ ഇവിടുന്ന് പോവുകയാണ്. കാരണം അവശേഷിക്കുന്ന ആളുകൾ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഒരു ഇൻഫ്രാസ്ട്രക്ചേഴ്സും കേരളത്തിലില്ല. എന്നിട്ടാണ് ഇവർ പറയുന്നത് ഞങ്ങൾ അത് ചെയ്ത് ഇതൊരു റോഡിന് ടാർ ചെയ്തു. ഇതൊക്കെ സ്വാഭാവികമായിട്ട് പറഞ്ഞത്. അപ്പോൾ ദാറ്റ് മീൻസ് ആറന്മുളയുടെ ജനവിധി 3ാം തവണയും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ആരോഗ്യമന്ത്രിയുടെ അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ ഗുരുതരമാണെന്നുള്ളവരും ആണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ആ ഗവൺമെന്റ് അവരെ പ്രതിനിധിക്കുന്ന ഗവൺമെന്റ് ഏറ്റവും അധികം തകർന്നടിഞ്ഞു പോയിരിക്കുന്ന ഒരു വകുപ്പ് എന്ന് പറയുന്ന ആരോഗ്യ വകുപ്പ്. കാരണം ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമാണ് ആയിട്ടുള്ളതാണ്. ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. അതെ. ഭക്ഷ്യവകുപ്പിൽ ഇത്രയില്ല. കഴിക്കാൻ ആഹാരം വളരെ പ്രധാനപ്പെട്ടാണ്. പക്ഷേ 5.5 ലക്ഷം ടൺ അരി ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ എന്താ ഭക്ഷ്യവകുപ്പ് മന്ത്രിക്ക് ജോലി? ഒരു പ്രശ്നമില്ല. ഇത്രയും കഴിവുകൊണ്ടൊരു മന്ത്രി കേരളത്തിലുണ്ടായിട്ടില്ല. അതാണ് വസ്തുത. മറ്റു വകുപ്പുകൾക്കൊന്നും പ്രത്യേകിച്ച് പണി, ഇതൊരു വലിയ പണിയുള്ളൊരു കാര്യമാണ്.